ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ, ഈ അടുത്ത ഇടയായിട്ട് വലിയൊരു അഭിഷേകത്തിൻ്റെ ഒരു ചൈതന്യം, അതായത് സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ദുരിതം, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. ഇതിൻ്റെ അർത്ഥം സിസ്റ്റർ അത്രമാത്രം ആഴത്തിൽ ചിന്തിച്ചിരുന്നില്ല. ഈയിടെ ഒരുപാട് വർഷങ്ങളായി ഒരു കോൺവെൻറ്റിൽ നിന്ന് പിന്നീട് വേറൊരു കോൺവെൻറ്റിലേക്ക് മാറിയപ്പോഴാണ് ഇതിൻ്റെ അർത്ഥം കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. ഒരു കോൺഗ്രിഗേഷൻ, അല്ലെങ്കിൽ വൈദികരുടെ സമൂഹം, അല്ലെങ്കിൽ നമ്മൾ കുടുംബം, ആ ഇടവക, അവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നവർ അത് പ്രതിഫലേച്ഛ കൂടാതെ നിഷ്കാമ കർമ്മയോഗിയായിരിക്കണം. പ്രതിഫലത്തിന് വേണ്ടി വചനം പറയുന്നവരെ അല്ല സിസ്റ്റർ ഉദ്ദേശിക്കുന്നത്. പ്രതിഫലം കാക്ഷിക്കാതെ ദൈവരാജ്യ വിപുലീകരണം, തിരുസഭയുടെ ശുശ്രൂഷ, വചനപ്രഘോഷണം, ഇങ്ങനെ തിരുസഭയെ ശുശ്രൂഷിക്കുന്നവരുടെ പാദങ്ങൾ പതിയുന്ന, ഇപ്പോൾ ആ കോൺവെൻറ്റിലെ രോഗങ്ങൾ സിസ്റ്റേഴ്സിൽ നിന്ന് വിട്ടുമാറുന്നു, അവിടെ സമാധാനമുള്ളൊരു അന്തരീക്ഷം കൈവരുന്നു. ഇനി സുവിശേഷം പ്രസംഗിക്കാതെ ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ എന്നുവെച്ചാൽ സ്കൂളുകൾ, കോളേജുകൾ, അല്ലെങ്കിൽ ആശുപത്രികൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടത്തുമ്പോഴും ദൈവവചന പ്രഘോഷണം അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവരാജ്യ വിപുലീകരണം, പ്രേഷിതത്വം, അല്ലെങ്കിൽ കുടുംബ പ്രേഷിതത്വം, ഇടവക പ്രേഷിതത്വം, ഇങ്ങനെയൊക്കെ കൂടുതൽ പ്രാധാന്യം അതിന് കൊടുക്കാതെ മറ്റ് പലതിനും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അത് പല സ്ഥലത്ത് നിൽക്കുമ്പോൾ സിസ്റ്ററിനെ അത് അനുഭവപ്പെടുന്നുണ്ട്. പരിശുദ്ധ അമ്മയുമായിട്ട് ആ കോൺവെൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോഴും ഉള്ള അവസ്ഥയും, പരിശുദ്ധ അമ്മ പഴയ കോൺവെൻറ്റിൽ ഞങ്ങൾ വിട്ടുപോകുന്നപ്പോഴത്തെ അവസ്ഥ എല്ലാം സിസ്റ്ററിന് മനസ്സിലാക്കി തരുന്നുണ്ട് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ വചനങ്ങൾ, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ, നമ്മൾ ശ്രവിച്ച ദൈവവചനം എല്ലാവർക്കും നിങ്ങൾ പങ്കുവെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ ദൈവവചനം നമ്മൾ വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം, അത് പ്രഖ്യാപിക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്യണം. എന്നാലാണ് ആ കോൺഗ്രിഗേഷൻ, അല്ലെങ്കിൽ തിരുസഭ അനുഗ്രഹിക്കപ്പെടും. തിരുസഭയിൽ നിന്ന് ദൈവമഹത്വം വിട്ടുപോകാതെ, ആ കുടുംബത്തിൽ നിന്ന്, വ്യക്തിയിൽ നിന്ന്, ഇടവകയിൽ നിന്ന്, നമ്മൾ പറയും ദൈവത്തിൻ്റെ മഹത്വം വിട്ടുപോയ പോലെ, അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ പടിക്കൽ വരെ വന്ന് നിൽക്കുകയാണ്, ഇങ്ങോട്ട് കയറുന്നില്ല, വീട്ടിലോട്ട് കയറുന്നില്ല എന്നൊക്കെ നമ്മൾ പറയണത് ദൈവരാജ്യം, തിരുസഭയെ ശുശ്രൂഷിക്കുന്നതിൽ കുറവ് വരുമ്പോൾ ആ കോൺഗ്രിഗേഷന് നല്ല അടി കിട്ടും. അനുഭവിച്ചറിഞ്ഞിട്ടാണ് പറയുന്നത്. അതുപോലെ രോഗപീഠകൾ, എല്ലാ രോഗപീഠകളെന്നല്ല പറയുന്നത്, ഒരു തീക്ഷ്ണതയില്ലാത്ത ആത്മീയ ദാഹം, അല്ലെങ്കിൽ ആത്മീയ തീക്ഷ്ണതയില്ലാത്ത അവസ്ഥ, ഈ അവസ്ഥകൾ കൈവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിരുസഭയെ ശുശ്രൂഷിക്കുന്നതിൽ, ദൈവരാജ്യ വിപുലീകരണത്തിൽ. മർക്കോസ് 16:15 നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. അതിൽ വരുന്ന മന്ദത, മറ്റ് കാര്യങ്ങളിലുള്ള ലക്ഷ്യം, മറ്റ് മാർഗങ്ങളിലുള്ള ഇതിൽ നിന്നൊക്കെ വിട്ട്, ഇതിനെ ഒരു കോൺഗ്രിഗേഷൻ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് പേരെങ്കിലും ഇതിനായിട്ട് മാറ്റി നിർത്തുമ്പോൾ ആ കോൺഗ്രിഗേഷൻ അനുഗ്രഹിക്കപ്പെടുന്നു. ജെറമിയ 17:7 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരുടെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവർ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്, അതെപ്പോഴും ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ തൃശ്ശൂർ അതിരൂപതയിൽ ഞങ്ങൾ നടത്തുന്ന തൊഴുപാടം ധ്യാന കേന്ദ്രത്തിലെ ഭാരതപ്പുഴ ഇതിന് തൊട്ടടുത്താണ് ഒഴുകുന്നത്, അതിന് തീരത്താണ് ഈ ധ്യാന കേന്ദ്രം. പ്രശാന്ത സുന്ദരവും ദൈവിക ചൈതന്യം തുളുമ്പി നിൽക്കുന്നതും, ഒറ്റയ്ക്ക് നമുക്കിവിടെ വന്നിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കാം. ഇന്ന് മനുഷ്യന് പറ്റാത്തൊരവസ്ഥയാണത്.
എപ്പോഴും ഒന്നുകിൽ വ്യഗ്രത, അസ്വസ്ഥത, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്ത അവസ്ഥ. ഒന്ന് സ്വസ്ഥമായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും കണ്ണുകൾ അടച്ചൊന്ന് ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഇന്ന് മനുഷ്യന് സാധിക്കാതെ വരുന്നൊരു കാലഘട്ടം. അവൻ അസ്വസ്ഥനാണ്. അപ്പോൾ ഈ ആത്മീയ ദാഹത്തിന് വേണ്ടിയുള്ള അസ്വസ്ഥത, യേശുവാകുന്ന ലഹരി നിറഞ്ഞു കഴിയുമ്പോൾ സന്തോഷവും സമാധാനവും സ്നേഹവും കൈവരുന്നു. ആമേൻ. എല്ലാവരെയും ഈ നോമ്പുകാലം, പുണ്യങ്ങളുടെ പൂക്കാലം ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.